PCOD ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ മരുന്ന് പോലെ തന്നെ അല്ലെങ്കിൽ മരുന്നിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ് ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച്. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ ഹെൽത്തി ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായാൽ മാത്രമേ നമുക്കിതിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അമിതവണ്ണമുള്ള PCODക്കാരാണെങ്കിൽ അവരോട് പറയുന്ന കാര്യമാണ് അവർ നിർബന്ധമായിട്ടും വെയിറ്റ് കുറക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളത്. പക്ഷേ നോർമൽ വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ BMI ഒക്കെ നോർമലായിട്ടുള്ള PCODക്കാരിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇത്തരം ആളുകൾ നിർബന്ധമായിട്ടും എക്സസൈസ് ശീലമാക്കുക. ആഴ്ചയിൽ 4 ദിവസമെങ്കിലും 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെയുള്ള എക്സസൈസ്. അത് ഏത് ടൈപ്പ് എക്സസൈസ് വേണം എന്നുള്ളത് അവർക്ക് അവരുടെ ചോയ്സ് പോലെ തീരുമാനിക്കാവുന്നതാണ്. പക്ഷേ ഇത് 4 ദിവസമെങ്കിലും ഇങ്ങനൊരു എക്സസൈസ് ലൈഫിൽ അവർ ശീലമാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അവരുടെ ഡയറ്റിൽ അവർക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ഇതിൻ്റെയൊക്കെ അളവ് കുറച്ചിട്ട് അതിന് പകരം ഫൈബർ ധാരാളമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഡയറ്റിൽ ചില അഡിഷൻസ് ആഡ് ചെയ്യുക. അതായത് നമ്മൾ PCODയിൽ കാണപ്പെടുന്ന ഇൻഫ്ലമേഷനെയും ഹോർമോൺ ഇംബാലൻസിനെയും ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന ചില സ്പൈസസ് ഉണ്ട്. ഉദാഹരണത്തിന് ആപ്പിൾ സിഡാർ വിനെഗർ, അതുപോലെ തന്നെ സിനമൺ, ഉലുവ, ഫ്ലാക്സ് സീഡ്, പിന്നെ നമ്മൾ വെളുത്തുള്ളി, ഇങ്ങനെയുള്ള ചില സ്പൈസസ് ഇതിൻ്റെ ഹോർമോൺ ഇംബാലൻസിനെയും ഇൻഫ്ലമേഷനും ഒക്കെ ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യാൻ സഹായിക്കും. ഈ സാധനങ്ങൾ കൂടുതലായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക.